Good morning, dear students. Today I am going to deal the topic recovery of tax. It is one of the topic in our fifth module. In the last classes, we have explained all provisions regarding TDS or tax deducted at source. When TDS is done and whom should be TDS paid. ഇനി ടി ഡി എസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് എങ്ങനെയാണ്, ടി ഡി എസിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, ടി ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വാല്യൂ ഓഫ് സപ്ലൈ എന്താണ്, പിന്നെ ടി ഡി എസ് ഫയൽ ചെയ്യുന്ന ഫോം ഏതാണ്, അങ്ങനെ ഓൾ തിങ്സ് റിഗാർഡിങ് ടി ഡി എസ് ഈസ് കവേർഡ് ഇൻ ദ ലാസ്റ്റ് സെഷൻ. സോ ടുഡേ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിക്കവറി ഓഫ് ടാക്സ്. റിക്കവറി മീൻസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ടാക്സ് എമൗണ്ടിനെ ഗവൺമെൻറ്റിലേക്ക് എങ്ങനെ എത്തിക്കാം, ഏതൊക്കെ മോഡിലൂടെ ഏതൊക്കെ രീതിയിലൂടെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് റിക്കവറി ഓഫ് ടാക്സ്? റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അണ്ടർ ജി എസ് ടി there are well defined procedures for demanding the unpaid tax, which is done via issuing a show cause notice and order. That is, if the assessee or the taxpayer fails to pay tax within a specified time period, then the tax department or authority will issue a show cause notice. Show cause notice എന്ന് പറഞ്ഞാൽ കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് പറയും. അതായത് വൈ ഹി ഫെയിൽസ് ടു പേ ടാക്സ് അത് കാണിക്കാൻ പറഞ്ഞുകൊണ്ടുള്ളൊരു നോട്ടീസ് അയക്കും, ഒരു ഓർഡർ അയക്കും. Even after receiving such show cause notice or order, the taxable amount is still unpaid, then the department is authorized to start recovery of tax. ഈ നോട്ടീസ് കൊടുത്തൊരു സമയം കഴിഞ്ഞിട്ടും ആ ടാക്സ് എമൗണ്ട് സ്റ്റിൽ അൺപെയ്ഡ് ആണെങ്കിൽ, ഇനിയും അടയ്ക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യും? ആ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ സ്റ്റാർട്ട് റിക്കവറി ഓഫ് ടാക്സ്. അപ്പോൾ എന്താണ് റിക്കവറി എന്ന് പറഞ്ഞാൽ? റിക്കവറി മീൻസ് പ്രൊസീഡിങ്സ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഒഫീഷ്യലി. ആ ടാക്സബിൾ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള എല്ലാ നിയമങ്ങളും എല്ലാ പ്രൊസീഡിങ്സും ഒഫീഷ്യലി ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കണേ? റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയണേ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് റിക്കവറി? അണ്ടർ ജി എസ് ടി ദർ ആർ വെൽ ഡിഫൈൻഡ് പ്രൊസീഡിങ്സ് ഫോർ recovery for demanding the unpaid taxable amount. When there is a tax remains unpaid by the taxable person, the authority will send a show cause notice or order. But even after receiving such show cause notice, the taxable amount is still unpaid. The department is authorized to start recovery of tax, meaning proceedings can be started officially. The next, when to initiate proceedings for recovery of tax under GST. എപ്പോഴാണ് ജി എസ് ടി ലോ പ്രകാരം റിക്കവറി പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതായത് ഞാനിപ്പോൾ ടാക്സ് അടയ്ക്കാൻ 2 days ലേറ്റായി, അങ്ങനെ 2 days ലേറ്റ് ആകുമ്പോഴേക്കും ഗവൺമെൻറ് എൻ്റെ നേരെ പ്രൊസീഡിങ്സ് തുടങ്ങുമോ ഇല്ലയോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. വെൻ ടു ഇനീഷ്യേറ്റ് ടാക്സ് പ്രൊസീഡിങ്സ് അണ്ടർ ജി എസ് ടി ലോ. As per the provisions of GST Act regarding recovery of tax, the amount taxable by a taxable person remain unpaid even after 3 months from the date of issuing the order for demand of tax. Then the recovery of tax under GST will be initiated. എപ്പോഴാണ് തുടങ്ങുക? ജി എസ് ടി ലോ പ്രകാരം റിക്കവറി റിലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് പ്രകാരം ഒരു വ്യക്തി അടയ്ക്കാനുള്ള ടാക്സ് എമൗണ്ട് ഈ ഓർഡർ കിട്ടി, അടയ്ക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഡിമാൻഡ് നോട്ടീസ് കിട്ടി 3 മാസത്തിനുള്ളിൽ അടച്ചിട്ടില്ല എങ്കിൽ, ഈവൺ ആഫ്റ്റർ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂവിങ് ദ ഓർഡർ ഓഫ് ഡിമാൻഡ് ഓഫ് ടാക്സ്, ടാക്സ് ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് അല്ലെങ്കിൽ ഓർഡർ കൈപ്പറ്റി 3 monthsനുള്ളിൽ 3 months കഴിഞ്ഞിട്ടും അയാൾ പേയ്മെൻറ്റ് നടത്തില്ലെങ്കിൽ മാത്രമാണ് the tax department will start recovery proceedings. Okay, and however, if the principal officer thinks it is urgent for the interest of the revenue, നമ്മുടെ റവന്യൂവിന് അത്രയ്ക്ക് അർജൻറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ
The proper officer can state reasons, recording in writing, and direct the concerned tax person to make payment in a reduced period. അത്രയ്ക്ക് അർജൻ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ 3 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാം? പ്രിൻസിപ്പൽ ഓഫീസർക്ക് ആ കൺസേൺഡ് ടാക്സ് പേയറെ പേയ്മെൻറ്റ് നടത്താൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചെയ്യും. അതായത് 3 മാസത്തിനുള്ളിൽ, ഇപ്പോൾ 1 മാസം കഴിയുമ്പോഴോ 2 മാസം കഴിയുമ്പോഴോ പേയ്മെൻറ്റ് നടത്താൻ പറഞ്ഞുകൊണ്ട് ഇനീഷ്യേറ്റ് ചെയ്യാം. അത് അത്രയ്ക്ക് അർജൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് റെക്കോർഡ് ഇൻ റൈറ്റിംഗ് ദ റീസൺസ്. എന്തുകൊണ്ടാണ് 3 മന്ത്സിനേക്കാൾ കുറവ് പീരീഡ് അനുവദിക്കണേന്ന് കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരിക്കണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം കുറഞ്ഞ പീരീഡിൽ പേയ്മെൻറ്റ് നടത്താൻ പറഞ്ഞുകൊണ്ട് ഡിമാൻഡ് ചെയ്യാം. ഓക്കെ. ഇനി അതർ കേസസ്. ഇനി അങ്ങനെയൊന്നും ഇല്ലാത്ത കേസിൽ if the demand is not paid within the time specified, then the department will initiate proceedings for recovery of tax in GST. ആ 3 മന്ത്സ് കഴിഞ്ഞിട്ടും പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ റിക്കവറിക്കുള്ള പ്രൊസീഡിങ്സ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്റ്റാർട്ട് ചെയ്യാം. സോ ദീസ് ആർ ദ മെയിൻ പ്രൊവിഷൻസ് റിഗാർഡിംഗ് GST law. Next, what are the modes of recovery of tax under GST? GSTയിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ അടയ്ക്കുന്നില്ല, ടാക്സ് അടച്ചില്ല, അവർ ഷോക്കോസ് നോട്ടീസ് അയച്ചു, ഓർഡർ അയച്ചു, യെറ്റ് ഹി ഫെയിൽസ് ടു സബ്മിറ്റ്. അയാൾ എന്നിട്ടും ടാക്സ് സബ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യാൻ മടിച്ചു, അല്ലെങ്കിൽ അടച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ആ ടാക്സിൻ്റെ എമൗണ്ട് റിക്കവർ ചെയ്യാം? മോഡ്സ് ഓഫ് റിക്കവറി. Very important 4 marks question. So what do you mean by recovery is very important 2 mark question for university. The next, what are the modes of recovery? 4 marks question. First mode, deduction of due amount from the tax amount payable to such person by the department. If the department is eligible to give any tax amount to that person, he can deduct the amount from that tax amount. For example, in case of a supplier, input tax may be paid by the supplier to the government, but he fails to give output tax to the government. Then what he can do? The government-ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അയാൾക്ക് കൊടുക്കാനുണ്ടാവും അല്ലേ? ആ കൊടുക്കാനുള്ള ടാക്സ് എമൗണ്ടിൽ നിന്ന് ഗവൺമെൻറ്റിന് കിട്ടാനുള്ള ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഡിഡക്ഷൻ ഇൻ ഡ്യൂ എമൗണ്ട് ഫ്രം ദ ടാക്സ് പേയബിൾ ബൈ ദ ഗവൺമെൻറ് ടു സച്ച് പേഴ്സൺ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ്, റിക്കവറി ഓഫ് ടാക്സ് ബൈ വേ ഓഫ് സെല്ലിംഗ് എനി ഗുഡ്സ് ബിലോങ്ങിങ് ടു സച്ച് പേഴ്സൺ. ആ പേഴ്സൻ്റെ ഏതെങ്കിലും ഗുഡ്സ് ഡീറ്റെയിൻ ചെയ്തുകൊണ്ടോ വിറ്റുകൊണ്ടോ അതിൽ നിന്ന് കിട്ടുന്ന പൈസ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ടാക്സബിൾ എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെ എടുക്കാം. ഒരു സാധനങ്ങൾ വിറ്റുകൊണ്ട് പൈസയിലേക്ക് മുതലാക്കാം, റിക്കവർ ചെയ്യാം. മൂന്നാമത്തെ, റിക്കവറി ഓഫ് ടാക്സ് ഫ്രം അനദർ പേഴ്സൺ ഫ്രം ഹൂം മണി ഈസ് എയ്തർ ഡ്യൂ ഓർ മേ ബിക്കം ഡ്യൂ ടു സച്ച് പേഴ്സൺ. ഇപ്പോൾ എ ആണ് ടാക്സ് അടയ്ക്കാൻ ഡീഫോൾട്ട് വരുത്തിയേക്കണേ. അപ്പോൾ എക്കാണ് നമ്മൾ നോട്ടീസ്, ഷോക്കോസ് നോട്ടീസും ഓർഡറൊക്കെ അയച്ചത്. എന്നിട്ടും എ ടാക്സ് എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ എക്ക് ഗവൺമെൻറ് കൊടുക്കാനുള്ള ടാക്സിൽ നിന്ന് ഇത് ഡിഡക്റ്റ് ചെയ്യും, അല്ലെങ്കിലോ എയുടെ ഏതെങ്കിലും ഗുഡ്സ് വിറ്റിട്ട് അതിലേ നിന്ന് വരവ് വയ്ക്കും. അതും അല്ലെങ്കിലോ ബി എന്നുള്ള വ്യക്തി എക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടെന്ന് കരുതും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബിയുടെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യാം. ബി എക്കാണ് പൈസ കൊടുക്കാനുള്ളത്. അപ്പോൾ എക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണ്ട, പകരം എന്ത് ചെയ്യാം? അത് ഗവൺമെൻറ്റിലേക്ക് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കളക്ട് ചെയ്യും. അതാണ് റിക്കവറി ഓഫ് ടാക്സ് ഫ്രം അനദർ പേഴ്സൺ ഫ്രം ഹൂം മണി ഈസ് എയ്തർ ഡ്യൂ ഓർ മേ ബിക്കം ഡ്യൂ ടു സച്ച് പേഴ്സൺ. ഫോർത്ത് മെത്തേഡ്, റിക്കവറി ഓഫ് ടാക്സ് ഫ്രം അനദർ പേഴ്സൺ ഹൂ ഹോൾഡ്സ് മണി ഫോർ ദ അക്കൗണ്ട് ഓഫ് സച്ച് പേഴ്സൺ ടു പേ ടു ദ ക്രെഡിറ്റ് ഓഫ് ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കോ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ
ഇയാളുടെ പൈസ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നേരിട്ട് ആ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് ആ പൈസ കളക്ട് ചെയ്യാം. ടാക്സ് ഫ്രം എനി അനദർ പേഴ്സൺ ഹൂ ഹോൾഡ്സ് മണി ഫോർ ഓർ ഓൺ അക്കൗണ്ട് ഓഫ് സച്ച് പേഴ്സൺ ടു പേ ടു ദ ക്രെഡിറ്റ് ഓഫ് ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അയാളുടെ പൈസ കൈവശം വെച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ്, detention of any movable or immovable property belonging to such person until the amount payable is paid. എന്ത് ചെയ്യാം, ഈ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സബിൾ എമൗണ്ട് മുഴുവൻ അടച്ചു തീരുന്നത് വരെ ആ വ്യക്തിയുടെ മൂവബിളോ ഇമ്മൂവബിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടീനെ ഡീറ്റെയിൻ ചെയ്യാം. ഡീറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ, നീക്കി വയ്ക്കാം, കൈവശം വയ്ക്കാം, തടഞ്ഞു വയ്ക്കാം. അങ്ങനെ വെച്ചുകൊണ്ട് ഈ പേയ്മെൻറ്റ് നടത്താം. ഇഫ് ദ ഡ്യൂസ് ആർ നോട്ട് പെയ്ഡ് ഇൻ വിത്തിൻ 30 days, the said property is to be sold and the proceedings can be set off as the amount payable by the person. അങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ പറയാം. അങ്ങനെ തടഞ്ഞു വെച്ചിട്ട് 30 ദിവസത്തിനുള്ളിലും ആ വ്യക്തി പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ദ ടാക്സ് അതോറിറ്റി ക്യാൻ സെൽ ദ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ടാക്സബിൾ എമൗണ്ട് ആയിട്ട് എടുക്കാം. ഓക്കെ, ദ നെക്സ്റ്റ്, റിക്കവറി ഓഫ് ടാക്സ് ത്രൂ കളക്ടർ ഓഫ് ദ ഡിസ്ട്രിക്ട്. ഡിസ്ട്രിക്റ്റിലെ കളക്ടറുടെ കയ്യിൽ നിന്ന് ടാക്സ് റിക്കവർ ചെയ്യാം. അതെങ്ങനെയാണ്, ഇൻ വിച്ച് സച്ച് പേഴ്സൺ ഓൺസ് എനി പ്രോപ്പർട്ടി ഓർ റിസൈഡ്സ് ഓർ ക്യാരീസ് ഓൺ ഹിസ് ബിസിനസ് ആസ് ഇഫ് ഇറ്റ് വേർ ആൻ അരിയർ ഓഫ് ലാൻഡ് റവന്യൂ. ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ലാൻഡ് റവന്യൂവിൻ്റെ അരിയർ എന്നുള്ള രീതിയിൽ കളക്ടർക്ക് കളക്ട് ചെയ്യാം. അങ്ങനെ കളക്ടർ കളക്ട് ചെയ്ത എമൗണ്ട് GST ടാക്സ് അതോറിറ്റിക്ക് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു വ്യക്തിക്ക് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ റിസൈഡ്സ് ഇൻ ബിസിനസ്സൊക്കെ ക്യാരി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് അരിയേഴ്സ് ഓഫ് ലാൻഡ് റവന്യൂ, ഭൂനികുതി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ, ആ ഭൂനികുതിയുടെ അരിയേഴ്സ് എന്നുള്ള രീതിയിൽ അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാം. എന്നിട്ട് ആ കളക്ടറുടെ കയ്യിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാം. പക്ഷേ ദ പ്രോപ്പർ ഓഫീസർ വിൽ നീഡ് ടു പ്രിപ്പയർ എ സർട്ടിഫിക്കറ്റ് സ്പെസിഫൈയിങ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം സച്ച് പേഴ്സൺ ആൻഡ് ഹാൻഡഡ് ഔട്ട് ഓവർ ടു ദി കൺസേൺഡ് കളക്ടർ ഫോർ ദിസ് പർപ്പസ്. അങ്ങനെ കളക്ടറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ദ പ്രോപ്പർ ഓഫീസർ മസ്റ്റ് പ്രിപ്പയർ എ സർട്ടിഫിക്കറ്റ് ഓൺ ദ എമൗണ്ട് ഡ്യൂ ഫ്രം സച്ച് പേഴ്സൺ. എത്ര എമൗണ്ട് അയാളുടെ നിന്ന് കിട്ടാനുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി തയ്യാറാക്കണം. അത് കളക്ടർക്ക് മുന്നേ കൂട്ടി കൊടുക്കണം. ഓക്കെ, ദ നെക്സ്റ്റ് മെത്തേഡ്, റിക്കവറി ഓഫ് ടാക്സ് ബൈ വേ ഓഫ് application to the appropriate magistrate who in turn shall proceed to recover the amount as if the fine imposed by him. ഒരു മജിസ്ട്രേറ്റിനെ കാണാം. ആ മജിസ്ട്രേറ്റിലൂടെ നമുക്ക് കളക്ട് ചെയ്യാം. എങ്ങനെയാണ് മജിസ്ട്രേറ്റ് അത് എന്തായിട്ടാണ് കളക്ട് ചെയ്യുക, ആസ് ആൻ പെനാലിറ്റി ഇമ്പോസ്ഡ് ബൈ ഹിം. അടയ്ക്കാത്തതിൻ്റെ പെനാലിറ്റി ആണെന്നുള്ള പേരിൽ ആർക്ക് ചാർജ് ചെയ്യാം, മജിസ്ട്രേറ്റിന് ചാർജ് ചെയ്യാം. അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് റിക്കവർ ചെയ്യാം. ഇത്രയാണ് നമുക്ക് വരുന്ന മെത്തേഡ്സ്. ഇനി അടുത്തത്, റിക്കവറി ഓഫ് ടാക്സ് ബൈ എൻഫോഴ്സിങ് ദ ബോണ്ട് ഓർ ഇൻസ്ട്രുമെൻറ്റ് എക്സിക്യൂട്ടഡ് അണ്ടർ ദ ആക്ട് ഓർ എനി റൂൾസ് ഓർ റെഗുലേഷൻസ് മെയ്ഡ് അണ്ടർ ദീസ് ആക്ട്. ഈ ആക്റ്റിൽ വരുന്ന പ്രകാരമുള്ള ഏതെങ്കിലും ബോണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സോ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ ആ വ്യക്തിയുടെ പേരിലുള്ള ഏതെങ്കിലും ബോണ്ടോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റോ, ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ആവാം, സെക്യൂരിറ്റി ആവാം, ഡിബഞ്ചർ ആവാം, അങ്ങനെ ഏതെങ്കിലും സെക്യൂരിറ്റീസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ടാക്സ് ആയിട്ട് റിക്കവർ ചെയ്യാം. നെക്സ്റ്റ്, റിക്കവറി ഓഫ് ടാക്സ് ഡൺ ബൈ ദ പ്രോപ്പർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് wherein any CGST arrears will be recovered as if it were an SGST or UTGST arrear. ഇപ്പോൾ ഓൾറെഡി SGST UTGST arrears ഉണ്ടാകും. പക്ഷേ ആ അരിയേഴ്സ് ഉള്ളതിന് നമ്മൾ CGST സെൻട്രൽ ഗവൺമെൻറ് അടയ്ക്കാനുള്ള CGST ആണ് എന്നുള്ള പേരിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്തിട്ട് അയാൾക്ക് ടാക്സ് അടയ്ക്കാനുള്ള എമൗണ്ടിനേക്കാൾ കുറവാണ് ഈ എമൗണ്ട് എന്നുണ്ടെങ്കിൽ the amount will be apportioned between the central government and
state governments in proportion to the amount due to each authority. അങ്ങനെ CGSTയുടെ അരിയേഴ്സ് ആണെന്ന് പറഞ്ഞ് കളക്ട് ചെയ്യാം. എന്നിട്ട് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഈക്വലി വീതിച്ചെടുക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ മോഡ്സ് ഓഫ് റിക്കവറി ഓഫ് ടാക്സ്. ഒരു ടാക്സബിൾ പേഴ്സൺ ടാക്സ് അടയ്ക്കാൻ മടിച്ചാൽ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാതിരുന്നാൽ അയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ആണ് നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടത്. ഇപ്പോൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടെ ജസ്റ്റ് ഐ കൺക്ലൂഡ് ടുഡേയ്സ് ടോപ്പിക്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് റിക്കവറി? ഓക്കെ, after issuing shock cause notice still remain unpaid, the department authorized to start recovery. Then when to initiate? The amount payable by a taxable person remain unpaid even after 3 months from the date of issuing the order of demand of tax. Then he may state reasons in recording writing in any payment in a reduced period. Then what are the modes? First, deduct from the tax. Second one, detaining and selling any goods. Third one, retain from other person. Fourth one, from another person who hold money to pay to government. Detention of movable or immovable property. Then through collector as if it were an arrear of land revenue. Then by way of application to the appropriate magistrate as fine or penalty imposed by him. Next, enforcing the bond or instrument. Next, as CGST arrear will be recovered as if it were an SGST or UTGST arrear. So, next, the questions relating to today's session. All of you must watch the video completely. Then only you will reach these questions. Okay. So, write down these questions in your notebook and submit in your subject group. Submit the answers in your subject group. Then only I will give you attendance. Okay, the attendance is purely based on answering these questions. And just commenting on the YouTube video or just commenting your attendance in the WhatsApp is not mandatory for getting attendance. But answering these questions is the prerequisite for getting attendance on my subject. Okay, so first question. What do you mean by recovery of tax? It's a 2-mark question you can expect for university. Second one, when recovery of tax is done by the tax authorities? When the recovery of tax is initiated by the tax authority. That also an important one. Next one, how tax is recovered through collector? The modes of recovery is expected 4-mark question. The various modes of recovery. In that you may see more than 10 points as recovery. And one of the mode is recovered through collector. So my question is, how tax is recovered through collector? So it's very, very important topic. You must study. You can expect 1 2-mark question, 1 4-mark question from this portion. Okay, thank you very much for your cooperation.